ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ലോഗ് തൃശ്ശൂർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയും ഇതുപോലെ ഈ ഒരു തൈലവും കൂടി കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ കളർ വരുന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പം നല്ല ഇല നോക്കിയിട്ട്, അതായത് നല്ല നിവർന്ന് നിൽക്കുന്ന നല്ല ആകൃതിയുള്ള ഇല നോക്കിയിട്ട് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാം. കയ്യിൽ വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നല്ലതുപോലെ ആ വെക്കുന്ന പോർഷനിൽ ആ ഒരു തൈലം നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. അങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം ആ ഒരു ഇല, നല്ല ഭംഗിയുള്ള ആ ഇലകൾ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ആകൃതി പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ തൈലം നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. ഇലയുടെ എല്ലാ സൈഡിലും ആയിരിക്കണം. ചില ഇലകളൊക്കെ വെക്കുന്ന സമയത്ത് മുഴുവനായിട്ടും അതിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കില്ല, ഇങ്ങനെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, പൊന്തിയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ആ തൈലം തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ അമർത്തി വെക്കാനായിട്ട് നോക്കുക. ആദ്യം വയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊന്തിയ തന്നെയാണ് ഇരിക്കുക. എന്നിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൽ തൈലം ഒന്നും കൂടി മുകളിലിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വാടിത്തുടങ്ങും. അപ്പോൾ അതിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അതിൻ്റെ നീര് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഇല വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. എനിക്ക് അധികം ഡിസൈൻ അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ 3 ഇലകൾ വെച്ചു. ആ വെച്ചതിന് ശേഷം അതിന് മുകളിലൂടെ നല്ലതുപോലെ വീണ്ടും തൈലം ഇട്ട് കൊടുത്തു. തൈലം ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ നിറം ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇലകളിങ്ങനെ ഇതുപോലെ ഒന്ന് വാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നിറം ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ആ ഒരു നിറം കിട്ടും. അപ്പോൾ ഈ ഒരു ഇലയും, നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു ഇലയും ഈ ഒരു തൈലവും മാത്രം മതി ഈ ഒരു നിറം കിട്ടാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി വ്ലോഗ് തൃശ്ശൂർ.